എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 16 പ്രതികൾക്കെതിരെ ബോധപൂർവം പരിക്കേൽപ്പിക്കുക എന്ന കുറ്റകൃത്യം ചുമത്തി ഹൈക്കോടതി. പ്രതികൾക്ക് ഹാജരാകാൻ കർശന നിർദ്ദേശം. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി അർച്ചന, എന്താണ് കോടതിയുടെ നിർണായകമായ ഈ നീക്കത്തിൻ്റെ പ്രസക്തി? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അർച്ചന, കേൾക്കാമെങ്കിൽ, അതായത് ഈ അഭിമന്യു കേസിൽ ഇപ്പോഴത്തെ കോടതിയുടെ വിധി ഏതർത്ഥത്തിലാണ് കൂടുതൽ പ്രസക്തമാകുന്നത്? പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തിനനുസരിച്ചാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോടതി പോയത്? മാത്രമല്ല 16 പ്രതികൾക്കെതിരെയും ബോധപൂർവം പരിക്കേൽപ്പിക്കുക എന്ന കുറ്റകൃത്യം കൂടി ചുമത്തുകയാണോ ഹൈക്കോടതി? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആവശ്യമാണ് IPC 323 വകുപ്പ് ചുമത്തണമെന്നത്. അതാണ് ഇപ്പോൾ വിചാരണ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ബോധപൂർവം ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 16 പ്രതികൾക്കെതിരെയും ഈ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കൊലപാതക ശ്രമം, സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു വകുപ്പ് കൂടി അധികമായി ചേർത്തുകയാണ്. മാത്രമല്ല, ഇന്ന് വിചാരണ നടപടികൾ തുടങ്ങേണ്ടതാണ്. പക്ഷേ പ്രതികൾ ഇന്ന് ഹാജരായില്ല. അതുകൊണ്ട് തന്നെ പ്രതികളോട് കർശനമായ നിർദ്ദേശം, അടുത്ത ദിവസം കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് തിങ്കളാഴ്ചയാണ് വീണ്ടും പരിഗണിക്കുക. ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് കോടതി കർശനമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികളും ഈ വരുന്ന തിങ്കളാഴ്ച ഹാജരാകണം എന്നാണ് കോടതി കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറിയത്, വിചാരണ തുടങ്ങുന്ന രീതിയിലേക്ക് മാറിയത്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയാണ് നേരത്തെ ഈ ഹർജി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കേസ് നീണ്ടുപോകുന്നു എന്ന രീതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇതിലാണ് ഹൈക്കോടതി കർശനമായ നിർദ്ദേശം, എത്രയും പെട്ടെന്ന് ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ പുതിയ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. തിങ്കളാഴ്ചയായിരിക്കും വിചാരണ ആരംഭിക്കുകയും ചെയ്യുക. ജിംഷാദ്.